ഒനിഡ 21 ഇഞ്ച് ഫ്ലാറ്റ് ഓക്സിജൻ്റെ ബോർഡാണ്. അത് ഒനിഡ 21 ഇഞ്ച് ബ്ലാക്കിൻ്റെ ടി വിയിലാണ്ടിരുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ഇരിക്കുമ്പോൾ സ്വിച്ചൊന്നും വർക്കാവത്തില്ല. സംഭവം വേറെ പടമൊക്കെ കാണാൻ പറ്റും, പക്ഷേ സ്വിച്ചൊന്നും വർക്കാവത്തില്ല. പിന്നെ ഇതാ ഇവിടെ ഹെച്ച് ഔട്ട് പോയി ഷോർട്ടായിരിക്കുന്നുണ്ട്. ഇവിടുത്തെ റെസിസ്റ്ററിന് കംപ്ലൈൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവിടുത്തെ റെസിസ്റ്റർ എല്ലാം മാറ്റണം. പിന്നെ ഇതാ ബോർഡിൻ്റെ അടിയിൽ ഒരു പ്രിൻ്റ് കട്ടുണ്ടായിരുന്നു, അത് വയറടിച്ചിട്ടു. ഇവിടുത്തെ റെസിസ്റ്ററും പിന്നെ 2 ഫ്ലൈബാക്ക് കപ്പാസിറ്ററും ഹെച്ച് ഔട്ടും വേറെ ചേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് മാറ്റിയ സാധനങ്ങൾ. അപ്പോൾ ഇതാണ് നേരത്തെ ഈ ബോർഡ് ഇരുന്ന കവറ്, കറക്റ്റല്ല ബോർഡ്. അപ്പോൾ ഇതാണ് ഈ ബോർഡ് ഇരിക്കേണ്ട കറക്റ്റ് കവർ. അപ്പോൾ ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട് ബോർഡ് ഓൺ ചെയ്തിട്ടുണ്ട്. നേരത്തെ ബോർഡ് മാത്രം വെച്ച് ഓൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, കറക്റ്റ് ഓക്സിലേഷൻ വന്നു. പക്ഷേ ഇതാ ഇവിടെ ഇപ്പോൾ കാണാൻ നടുക്കൂടെ ഒരു ലൈൻ മാത്രമുണ്ട്. അപ്പോൾ ബോർഡ് കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ ബോർഡ് ചെക്ക് ചെയ്തപ്പോഴാണ് കണ്ടത് വെർട്ടിക്കൽ ഐ സിയിലോട്ട് പോണ സപ്ലൈ ഒക്കെ ഓക്കെ തന്നെ, പക്ഷേ വെർട്ടിക്കൽ ഐ സി കംപ്ലൈൻ്റ് ആയിരിപ്പുണ്ട്. STV 9302 ആണ് ഇപ്പോൾ കംപ്ലൈൻ്റ് ആയിരിക്കുന്നത് വെർട്ടിക്കൽ ഐ സി. ഇത് ഞാൻ മാറ്റിയിട്ടിട്ട് LA78040B ആണ് ഇട്ടിരിക്കുന്നത്. രണ്ടും വ്യത്യാസമുണ്ട്, പക്ഷേ ഈ വെർട്ടിക്കൽ ഐ സി ഇതിലിടാം. ഓക്കെ, ഇതാണ് അതിലൊന്ന് ഊരിയ വെർട്ടിക്കൽ ഐ സി. ഇപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ TV ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, സ്ക്രീന് മങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. മങ്ങിയിട്ട് കണ്ട, സ്ക്രീന് നല്ലോണം മങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ ഇത് വേറൊന്നുമല്ല, ട്യൂബ് ഡള്ളാണ്. ഓക്കെ, ഇതിലിരിക്കുന്ന ട്യൂബ് ഡള്ളാണ്. അപ്പോൾ ഈ കവറിൽ നിന്ന് ട്യൂബ് വേറെ എടുത്ത് മാറ്റി വയ്ക്കണം, എന്നിട്ട് വേറെ ട്യൂബ് എടുത്ത് ഇതിൽ വയ്ക്കണം. ഇപ്പോൾ ട്യൂബ് ഡള്ളാണ്. ഇപ്പോൾ ഇതാ വേറെ ട്യൂബ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ട്യൂബ് വെച്ചിട്ട് ബോർഡൊക്കെ എടുത്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇപ്പോൾ TV ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ ബോർഡ് എടുത്ത് സ്യൂട്ടാവാത്ത കവറിൽ വെച്ചതെന്നൊന്നും അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അതിലിരുന്ന ബോർഡ് വേറെ എന്തെങ്കിലും പ്രശ്നം വന്നു പോയതുകൊണ്ടായിരിക്കാം ഈ ബോർഡ് എടുത്ത് അതിൽ വെച്ചിരുന്നത്. അപ്പോൾ ഏതായാലും ആ ബോർഡ് എടുത്ത് കറക്റ്റായിട്ട് ഒറിജിനൽ കവറിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ നിങ്ങൾക്ക് കാണാം, കറക്റ്റാണ്, നല്ല തെളിഞ്ഞ് കോൺട്രാസ്റ്റും ബ്രൈറ്റും ഒക്കെ ആയിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ട്യൂബും കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ബോർഡിലും കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തു, ഇപ്പോൾ എല്ലാം പക്കയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. താങ്ക് യു ഫോർ വാച്ചിങ്.